മലയാള സാഹിത്യ ലോകത്ത് എം.ടി. വാസുദേവൻ നായരുടെ രണ്ടാമൂഴം വഹിച്ച പ്രാധാന്യം ചെറുതല്ല. അതുകൊണ്ട് തന്നെ രണ്ടാമൂഴം സിനിമയാകുമ്പോഴും ആരാധകർക്ക് വൻ പ്രതീക്ഷകളാണുള്ളത്. പക്ഷേ തുടക്കം തന്നെ ആശങ്കകളും വിവാദങ്ങളുമാണ് രണ്ടാമൂഴത്തിന് പിന്നിൽ. രണ്ടാമൂഴം ശ്രീകുമാർ മേനോനാണ് സിനിമ ആക്കാൻ തീരുമാനിച്ചത്. പക്ഷേ എം.ടി. വാസുദേവൻ നായരുടെ കയ്യിൽ നിന്നും തിരക്കഥ കൈപ്പറ്റി 4 വർഷം കഴിഞ്ഞു. ഇപ്പോൾ കാലാവധി കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടിട്ടും സിനിമ തുടങ്ങാത്തതിനാൽ തിരക്കഥ തിരികെ ആവശ്യപ്പെട്ടാണ് എം.ടി. വാസുദേവൻ നായർ കോടതിയെ സമീപിച്ചത്. മോഹൻലാലിനെയായിരുന്നു എല്ലാവരും ഭീമനായി കരുതി വെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മോഹൻലാൽ. രണ്ടാമൂഴം സിനിമയാകുമ്പോൾ ഭീമനായി അഭിനയിക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നാണ് ഇപ്പോൾ മോഹൻലാൽ പറയുന്നത്. അത്തരത്തിൽ വാർത്തകൾ പരന്നത് കണ്ടിരുന്നു. താൻ ഒരിടത്തും ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും താരം വ്യക്തമാക്കി. സമകാലിക മലയാളമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിത്രം യാഥാർത്ഥ്യമാവുമോ എന്ന കാര്യത്തിൽ എല്ലാവരെയും പോലെ തനിക്കും ആശങ്കകളുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു. മോഹൻലാലിനെ നായകനാക്കി ചിത്രം സംവിധാനം ചെയ്യുമെന്ന് ശ്രീകുമാർ മേനോൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എം.ടി. തയ്യാറാക്കിയ തിരക്കഥയിലായിരുന്നു രണ്ടാമൂഴത്തിന്റെ സിനിമ പുറത്തിറങ്ങാനിരുന്നത്. വി.ആർ. ഷെട്ടിയായിരുന്നു ചിത്രം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് അഡ്വാൻസ് നൽകി 4 വർഷം കഴിഞ്ഞിട്ടും യാതൊരു പുരോഗതിയും ഉണ്ടാവാത്തതിനെ തുടർന്ന് തിരക്കഥ തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് എം.ടി. വാസുദേവൻ നായർ കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്ന് തിരക്കഥ ഉപയോഗിക്കുന്നതിൽ നിന്നും കോഴിക്കോട് അഡീഷണൽ മുൻസിഫ് കോടതി ശ്രീകുമാർ മേനോനെ തടഞ്ഞിരുന്നു. എന്നാൽ ഈ കേസിൽ മധ്യസ്ഥനെ അനുവദിക്കണമെന്ന സംവിധായകൻ ശ്രീകുമാർ മേനോന്റെ ആവശ്യം കോടതി തള്ളി. മാർച്ച് 3 ജില്ലാ കോടതി ഇരു കക്ഷികളുടെയും ചർച്ചകൾക്കുള്ള സാധ്യത മങ്ങിയതോടെ രണ്ടാമൂഴം എം.ടിക്ക് വിട്ടു നൽകുന്നത് സംബന്ധിച്ച് മുൻസിഫ് കോടതിയിലെ കേസ് തുടരും. കേസ് തീരുന്നതുവരെ രണ്ടാമൂഴം തിരക്കഥ ഉപയോഗിക്കാൻ ശ്രീകുമാർ മേനോനുള്ള വിലക്കും തുടരും. മോഹൻലാൽ ഇപ്പോൾ രണ്ടാമൂഴത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സിനിമ വലിയൊരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നു. സിനിമയെന്നത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അഭിനയിച്ചു കഴിഞ്ഞു മാത്രമേ അക്കാര്യം പറയാനാകൂ. നടൻ എന്ന നിലയിൽ അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ട്രെയിലറിന്റെ ഗ്ലോബൽ ലോഞ്ചിങ്ങിലായിരുന്നു പ്രതികരണം. ലൂസിഫറിനെ കുറിച്ച് തനിക്ക് വലിയ അവകാശവാദമൊന്നുമില്ലെങ്കിലും അഭിനേതാവെന്ന നിലയിൽ സന്തോഷം തോന്നുന്നു. പൃഥ്വിരാജ് മികച്ച രീതിയിൽ സിനിമയൊരുക്കിയിട്ടുണ്ട്. പലപ്പോഴും സംവിധായകരിലുള്ള വിശ്വാസം മൂലം അഭിനേതാവിന്റെ കുഴപ്പമല്ലെങ്കിലും ചിത്രങ്ങൾ പരാജയപ്പെടാറുണ്ട്. എന്നാൽ രചയിതാവ് മുരളി ഗോപി ഭാവനയിൽ കണ്ടതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ പൃഥ്വി സംവിധാനം ചെയ്തു. അതാണ് സംവിധായകന്റെ വിജയം. രചയിതാവും സംവിധായകനും കാണുന്നതിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ഒരു നടനും വിജയിക്കുന്നു. എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ വിധിയുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു. നടി മഞ്ജു വാര്യർ, നടൻ ടൊവിനോ തോമസ്, മുരളി ഗോപി, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്നിവരും പങ്കെടുത്ത ചടങ്ങിലാണ് ഇരു സിനിമകളെക്കുറിച്ചും മോഹൻലാൽ പ്രതികരിച്ചത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.